ഇവരെ വീഡിയോസ് എല്ലാം കണ്ടന്റ് കാര്യങ്ങളിലും നല്ല എഫക്റ്റീവായ വീഡിയോ ആണ്. നല്ല നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു പേരുള്ള ഒരാളെയാണ് നമ്മളിവിടെ കണ്ടത്. എന്താ നിങ്ങൾ പേരെന്തായിരുന്നു? ഉള്ളത് നമ്മളെ നാടിന്റെ തൊട്ടടുത്ത് തന്നെ മുല്ലക്കൊടി എന്ന സ്ഥലത്താണ്. ഇവിടെ ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ വൻ പരിപാടികൾ വരുന്നുണ്ട്. നമ്മളാ കാഴ്ചയിലൊന്ന് കാണിച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിതുവഴി പോകുമ്പോൾ ഒന്ന് ഇവിടെ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഇവിടെ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പാർക്ക് വരുന്നുണ്ട്. ഇത് തളിപ്പറമ്പ് നിയോജക മണ്ഡലം MLA ഗോവിന്ദൻ മാസ്റ്ററുടെയും മയിൽ ഗ്രാമപഞ്ചായത്ത് കൂടി സംയുക്തമായിട്ടാണ് ഈ ഒരു പാർക്ക് ഇവിടെ ഒരുക്കുന്നത്. ഏകദേശം പണി ഇവിടെ പൂർത്തിയാകാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. പിന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം ഇങ്ങനെയായിരിക്കില്ല. അപ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥ ഭംഗി ഉണ്ടാവുക. ഏതെൻ്റെ അമ്മേൻ്റെ നാട് പോലത്തെ സ്ഥലമല്ലേ ഇത്, കൗവായി പോലത്തെ. മൊത്തം പ്ലാസ്റ്റിക് കുപ്പികളുണ്ട്. ഇത് ഇവിടെ ഇട്ടതൊന്നല്ല, എവിടെ നിന്നൊക്കെയോ ഇട്ട സംഗതികൾ ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് അടിഞ്ഞ് വന്നതാണ് പ്ലാസ്റ്റിക്കുകൾ. ഇപ്പം നമ്മൾ ദൂരെ കാണുന്ന നടിശ്ശേരി പാലം, മുല്ലക്കൊടിയെ തളിപ്പറമ്പുമായി ബന്ധിപ്പിക്കുന്ന പാലം. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഡോൾഫിൻ്റെ ഒരു ഫുഡ് കോർട്ടാണിത്. ഡോൾഫിൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ സംരംഭമാണ്. സയ്യിദ് MV നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡോൾഫിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ഉണ്ടെന്നാണ് ഇപ്പം ഇവിടെയുള്ള ആൾ പറഞ്ഞത്. ഇവിടെ രാത്രിയാണ് വരേണ്ടത്. രാത്രിയാണ് ഇവിടുത്തെ യഥാർത്ഥ കാഴ്ച. ശരിക്കും നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു ബോട്ടിലെത്തിയ പോലെ ഇല്ലേ അല്ലേ? അതതിൻ്റെ പ്രത്യേകത. നമ്മളൊരു കപ്പലിലും ബോട്ടിലും കയറിയ പോലെയാണ് ഇവിടുത്തെ. ഹൗസ് ബോട്ട് കയറിയ പോലെ. ഐ ലവ് മുല്ലക്കൊടി ഡോൾഫിൻ. നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിക്കാതെ വെച്ച് കഴിക്കുന്നതാണ്. നമ്മൾ ഇളനീര് ഷേക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു പേരുള്ള ഒരാളെയാണ് നമ്മളിവിടെ കണ്ടത്. എന്താ നിങ്ങൾ പേരെന്തായിരുന്നു? ജൂലി. നമ്മുടെ നാട്ടിലായിട്ട് ഇങ്ങനെ പേരുള്ള ഒരാളില്ല. നല്ലോണം കട്ടിയുള്ള ഇത് കുടിച്ചിട്ട് കുഴയും വെള്ളം അടിച്ചിട്ട് സംസാരിക്കുന്ന പോലെ. അപ്പോൾ ഇത് വെള്ളത്തിന് മുകളിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി ഉണ്ട്. 60 ആൾക്കാരിൽ കൂടുതൽ ഇതിനകത്ത് കയറാൻ പാടില്ല. 60 ആൾക്കാരിൽ കൂടുതൽ കയറിയാൽ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർ അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഒരു അപകട സാധ്യത ഉള്ളതാണ്. അപ്പോൾ അതിനൊക്കെ പ്രത്യേക അനൗൺസ്മെന്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവഴി വരുമ്പോൾ ഇവിടെ കയറുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇതാ ഷെയ്ക്ക്? ഇളനീർ ഷെയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അത് ഏതും തന്നെയാ കൂടുതലും കുടിച്ചത്. ഞാനൊരു സ്പൂണേ കുടിച്ചത്. എനിക്ക് തണുപ്പ് ശരിയാവില്ല. അപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് വരുവാ അല്ലെ? രാത്രിയാണ് ഇവിടെ വേണ്ടത്. ഈ സുന്ദരമായ ഒരു കാഴ്ച. അപ്പൊ നമ്മള് ഇപ്പൊ ഒരാളെ കണ്ട്, അനീഷ് ആലക്കാടൻ. നമ്മൾ പരിചയപ്പെട്ടിട്ട് കുറേ കാലമായി. ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ പുള്ളി നമ്മളെ വണ്ടി കണ്ടപ്പോ പെട്ടെന്ന് നമ്മളോട് വന്ന് ഇങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നേരിട്ട് കാണാത്തതുകൊണ്ട് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ സ്ഥിരം പറയും, തുകയോട് ചോദിക്കും, നമ്മൾ എല്ലാ വീഡിയോസിനും ഒരു കമന്റ് ടാലന്റ് ഹണ്ട് പറഞ്ഞിട്ട് ഒരാൾ കമന്റ്. പക്ഷെ ആരാന്ന് അത് എനിക്കും അറിയില്ല കേട്ടോ. നിങ്ങളാകുന്നില്ല. തീർച്ചയായും നിങ്ങളെ വണ്ടി കണ്ടപ്പോ ഞാൻ അന്ന് നിങ്ങളെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ സംസാരിച്ചല്ലോ, നേരിട്ട് കാണാന്നില്ല. ഇന്നൊരു അവസരം കണ്ടപ്പോ ഭയങ്കര ആകാംക്ഷയായി. നിങ്ങൾ രണ്ടാളും നേരിട്ട് കണ്ടില്ല, സന്തോഷം. നമുക്കല്ല, നമ്മൾ ആ കമന്റ് ഇടുന്നത് ആരാന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ കമന്റ് വരുന്നത്.
എന്തായാലും യാദൃശ്ചികമായിട്ടാണെങ്കിലും നമ്മളെ നണിച്ചേരി പാലത്തിന്റെ അടുക്ക് വെച്ച് കണ്ടല്ലോ. അതെ അതെ. വലിയ സംഭവങ്ങളെ വരാൻ പോകുന്നല്ലേ, ആ, അതെ, അതെ. പാർക്കും അതുപോലെ. എന്തായാലും വലിയ സന്തോഷം. നമ്മളെ ഇവിടെ വലിയ പാർക്ക് കാര്യങ്ങളെല്ലാം വരുന്നില്ല, അവിടെ വെച്ച് തന്നെ ഇവരെ കണ്ടു. എന്തായാലും ഇവരെ വീഡിയോസ് എല്ലാം കണ്ടന്റ് കാര്യങ്ങളിലും നല്ല എഫക്റ്റീവായ വീഡിയോ ആണ്. നല്ല എപ്പോഴും സീരിയസ് ആയിട്ട് നല്ല തമാശയും കലർന്നിട്ട് നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്തായാലും സന്തോഷം. ഇവരെ എന്തായാലും വലിയ കാര്യങ്ങളാവട്ടെ, സോഷ്യൽ മീഡിയയിൽ വളരെ സെറ്റാവട്ടെ. ആയിക്കോട്ടെ. ഭയങ്കര നമുക്ക് ഒരുപാട് സന്തോഷങ്ങളെ കാണാൻ പറ്റിയാലും ഒക്കെ. അല്ല എന്താ നിർത്തിയിട്ട് ഇങ്ങനെ വരുന്നുണ്ടപ്പോ നമ്മള് നമ്മള് വെച്ചിട്ടില്ല, പെട്ടെന്ന് ഇത് നടത്തുന്ന ആരോ പുഴയെ പറ്റി നമ്മളെ കാഴ്ചകളെ എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഓട്ടുന്നത് നമ്മളെല്ലാ ദിവസമാണ്. അപ്പോൾ ഇത് നമ്മളെ പുഴത്തേനെ കളയുന്നത് കവായി ആശ്രയത്ത് എത്തിയിട്ട് നമ്മളെ എത്തി. ഇത് ജില്ലയിൽ നിർത്തി അടുത്ത് മകം വീട്